നമ്മളൊരു കവിതയ്ക്ക് ഈണം കൊടുക്കുന്നു, ഒരു പാട്ടിന് ഈണം കൊടുക്കണം. രണ്ടും നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നു നിങ്ങൾ സംസാരിച്ചപ്പോൾ. അതാണ് ഞാൻ അവിടെ കുറിച്ച് വെച്ചത്. അതായത് 2 തരത്തിൽ ഈണം കൊടുക്കാം 2 തരം പാട്ടുകൾക്ക്. ഒന്ന് കവിത. കവിത എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ BK ഹരിനാരായണൻ ഒരു കവിത എഴുതുമ്പോൾ അവിടെ വേറൊരാളുടെ ഇൻഫ്ലുവൻസ് പറ്റില്ല. നീ ഇന്ന രീതിയിൽ എഴുതുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവം. അമ്മ എന്നുള്ള കവിത അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അത് ഒരു പ്രൊഡ്യൂസറും ഒരു ആസ്വാദകനും സംഗീതം ആര് വിചാരിച്ചാലും അതിലത്തെ ഒരു വാക്ക് മാറ്റാൻ നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ? നിങ്ങളത് വെച്ചിട്ടാണ് ഞാൻ പറയും. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ മുരുക മുരുക വേൽ മുരുക ആ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വരി നിങ്ങൾ മാറ്റി കൊടുക്കും. അതാണ് ഗാനരചയിതാവ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. കവിത എഴുതുന്ന ഹരിനാരായണനുണ്ട്, ഗാനരചയിതാവായിട്ടുള്ള ഹരിനാരായണൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. കവിതയ്ക്ക് ഈണം കൊടുക്കുന്ന ശ്രീവത്സൻ മേനോനുണ്ട്, ഗാനരചനയ്ക്ക് ഈണം കൊടുക്കുന്ന ഈ ശ്രീവത്സൻ മേനോനുണ്ട്. ഈ ഡ്യുവൽ ആയിട്ടുള്ള ആ ഒരു കലാവ്യക്തിത്വം നിങ്ങൾ പ്രകാശിപ്പിക്കുമ്പോൾ എങ്ങനെയാണത് നിങ്ങൾ? അതായത് ഇപ്പോൾ നമ്മളൊരു അതിലെന്തെങ്കിലും വ്യത്യാസം തോന്നാറുണ്ടോ? കാരണം കവിത എഴുതുമ്പോൾ ശരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അനുഭവം പറയാം, ഗാനരചനയ്ക്കും പറയാം. പക്ഷെ അവിടെ അത് ഈണം കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം തോന്നാറുണ്ടോ? അതായത് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് തന്നൊരു വരിക്ക് ഈണം കൊടുക്കുമ്പോൾ ആ ഒരു ഗഹനത കിട്ടാറുണ്ടോ സംഗീതത്തിന്? അതേസമയം ഒരു കവിതയ്ക്ക് അങ്ങനെ പറ്റില്ല. അത് അതിലുള്ള ഉള്ളിൽ നിന്ന് ആത്മാവെന്ന് വന്നതാണ്. അപ്പോൾ ആത്മാവെന്ന് വരുന്ന ഒരു സംഗീതം തന്നെ അതിന് കൊടുക്കണം. എന്ന് വെച്ചാൽ അതിന് അത്രയും ഒരു ഡിവോഷൻ, സംതിങ് ടു കമ്മ്യൂണിക്കേറ്റ് ആണ് സൊസൈറ്റി. മറ്റേത് കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദ ഫിലിമാണ്. വ്യത്യാസമുണ്ട് അവിടെ. മറ്റേത് നിങ്ങൾ നേരിട്ടാണ് സമൂഹമായിട്ട് സംവദിക്കുന്നത്, ഏത് കവിയിലും ആ സംഗീതത്തിലും. മറ്റേത് സിനിമയിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പല ഘടകങ്ങളും വർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മ്യൂസിക് ഡയറക്ഷനിലും രചനയിലും വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസ് പറയൂ നിങ്ങൾ രണ്ടുപേരും. എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ശ്രീവത്സൻ മേനോൻ ഇഷ്ടപ്പെട്ട ഒരു ട്യൂൺ ചെയ്യുന്നു, അദ്ദേഹം ഒരു കച്ചേരി നടത്തുന്നു. അത് ഒരു ആർട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കവിത എഴുതുകയാണെങ്കിലും അത് എത്ര പൊട്ട കവിതയാണെങ്കിലും അതെൻ്റെ ഒരു ആർട്ടാണ്. പക്ഷേ അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു എന്താ പറയുന്ന ഒരു ഡയറക്ടർക്ക് വേണ്ടിയിട്ട്, ഡയറക്ടറാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന മൂവിയുടെ, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, തൊഴിലെടുക്കുന്ന ഒരാളാണ്. ഞാൻ ചിന്തിക്കുന്നത് സിനിമയിലുള്ള സംഗീതമാണെങ്കിലും സിനിമയിലുള്ള വരികളാണെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഓഫ് ആർട്ടാണ്. മറ്റത് ആർട്ടാണ്, അപ്ലിക്കേഷൻ ഓഫ് ആർട്ടാണ് എന്ന് വെച്ച് ഈ കവിത എഴുതൽ കേമവും പാട്ട് എഴുതൽ മോശവുമാണ് എന്നുള്ള, അല്ല ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ല, അങ്ങനെ ഒരു ചിന്തയില്ല. അതും ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും പക്ഷെ പാട്ട് ഒരു സംഘകലയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അത് ഇപ്പോൾ ഒരു ഈണത്തിന് ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ശ്രീവത്സേട്ടന് ഒരുപാട് ട്യൂൺ ഇടേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വരിയും എഴുതേണ്ടി വരും. നമുക്കിഷ്ടമുള്ള വരിയായിരിക്കും ചിലപ്പോൾ, അതവിടെ കളയേണ്ടി വരും. ഇപ്പോൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ എൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ടാവും, ഇവിടെ ജീവാംശമായി എന്ന് പറയുന്ന ഒരു പാട്ട് ഞാൻ തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയിൽ എഴുതിയതാണ്. ഈ പാട്ടൊക്കെ എഴുതി റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അപ്പോൾ കേട്ടപ്പോൾ ഇതിൻ്റെ ക്രൂവിൽ പെട്ട ഏതോ ഒരാൾക്ക് തോന്നിയിത്രേ, അയാൾ വക്കീലായിരുന്നു. അപ്പോൾ ഇങ്ങേരൊക്കെ ഈ ജീവാംശം എന്ന് കേൾക്കുമ്പോൾ ജീവനാംശം എന്നാണ് ഓർമ്മ വരുന്നത്. ജീവാംശം എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇയാൾക്ക് ജീവനാംശം എന്നാണ് ഓർമ്മ വരുന്നത്. ഈ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ടേ ഈ വക്കീലായിട്ട് നടന്നിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷനല്ല പറയണ്ട. അപ്പോൾ ഇത് മാറ്റണം എന്നുള്ളൊരു തീരുമാനമായി. അപ്പോൾ ഇയാളിതിങ്ങനെ പറഞ്ഞ് ആളുകളിലേക്ക് പകരും. ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാവുക സംശയമാണല്ലോ, അത് എത്ര വേണമെങ്കിൽ ഉണ്ടാവാം, ശരി ഒന്നും തെറ്റ് പലതുമാണല്ലോ. അപ്പോൾ ഈ സംശയം ഉണ്ടായിട്ട് ലാസ്റ്റ് ഞാൻ കുറേ ഓപ്ഷൻസ്, എനിക്ക് തോന്നുന്നു ജീവാംശമായി എന്നുള്ള വരിക്ക് ഞാനൊരു 50 ഓപ്ഷൻസ് എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ജീവാംശത്തിലാണെന്ന് പറഞ്ഞു. കൈലാസും മ്യൂസിക് ഡയറക്ടർ എൻ്റെ കൂടെ നിന്നു. അങ്ങനെ അവസാനം ഈ ഓപ്ഷൻസൊക്കെ പാടി അവസാനം എന്തോ ഒരു ഭാഗ്യത്തിന് വീണ്ടും ജീവാംശത്തിലേക്ക് തന്നെ വരും. അപ്പം നമ്മൾ പിന്നീട് ഒന്നൊരു ഹിറ്റ് വന്നാൽ ഫോളോ ചെയ്യണൊരു ഇതുണ്ട് ആൾക്കാർ. നമുക്ക് ജീവാംശം പോലെ ഒരു പാട്ട്, ഈ ജീവാംശം പോലെ ഒരു പാട്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പേടിയപ്പോൾ സത്യം പറഞ്ഞു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ ഒരു വേദിയിൽ വന്നിട്ട്
ജീവാംശം പാട്ടൊന്ന് പാടുന്നത് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ജീവനാംശം കേൾക്കാൻ തുടങ്ങി. അവർക്കൊക്കെ ഇപ്പം ജീവാംശമാണ്, എനിക്കിപ്പോഴും ജീവനാംശമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ഇടപെടലുകൾ ഇതിലുണ്ട്. അതൊരു സ്വതന്ത്ര കലാരൂപമല്ല. അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ജീവാംശത്തിൻ്റെ തന്നെ തിരിച്ച് ഇപ്പം ഞാൻ സ്വന്തമായിട്ടൊരു വരി എഴുതണം എന്ന് വിചാരിച്ചാൽ എനിക്ക് ജീവാംശം എന്നുള്ളത് എഴുതാൻ പറ്റില്ല. അത് അയാളുടെ രീതികളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൈലാസിൻ്റെ ട്യൂൺ കൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജും ഉണ്ട്.